എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലേക്ക് അയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു ഒഴിക്കോ പുഴുവേനോ ഇരയാവാൻ അയക്കുന്നു നാഥാ നിന്റെ വരവെങ്കിൽ ഞങ്ങൾക്ക് പാദതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. ഹായ്, എൻ്റെ പേര് നിക്സൺ. ഞാൻ ഓമനിയുടെ രണ്ടാമത്തെ മകനാണ്. അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പച്ചൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ആ കാര്യങ്ങൾ ഈ പ്രദേശത്ത് അപ്പച്ചൻ കുഞ്ഞമ്മച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. എല്ലാവർക്കും അപ്പച്ചനെ നല്ല ഇഷ്ടമായിരുന്നു. കസിൻസിനാണെങ്കിലും എല്ലാവർക്കും. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് സ്കൂൾ അടച്ചാൽ ഫ്രൈഡേ ഈവനിങ് ഞാനും എല്ലാ ബ്രദറും നേരെ കരിങ്കുട്ടിലോട്ട് പോവുകയും സാറ്റർഡേ സൺഡേ ഞങ്ങൾ മിക്ക ദിവസവും അവിടെ ആയിരിക്കും. എല്ലാ ദിവസവും അപ്പച്ചനും അമ്മച്ചനും രാവിലെ ഏർലി മോർണിംഗ് ഒരു 4 മണിക്ക് എണീറ്റ് ദൈവത്തെ നോക്കി അപ്പച്ചാന്ന് കരഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു, മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും. ആ ഒരു പ്രാർത്ഥനയുടെ പരമായിട്ട് വന്നുകൊണ്ട് തന്നെയാണ് അപ്പച്ചൻ്റെ കൊച്ചുമക്കളും ഏതെങ്കിലും ഒരു നിലയിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ്. അപ്പച്ചൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ വാങ്ങി പോയിട്ടുണ്ടെങ്കിലും അപ്പച്ചൻ എന്നും ഞങ്ങളുടെ മനസ്സുകളിൽ കാണും. വി റിയലി മിസ് യു ആൻഡ് വി ലവ് യു ലോട്ട്. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്ത ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. മോറോനേ ശിവശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ.
നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് നന്ദി ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് നന്ദി ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഇഷ്ടസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ശിക്ഷിക്കാതെ ഞങ്ങളെ ദോഷത്തിൽ നിന്ന് വിടുവിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനോ പ്രാവശ്യവും സത്യവും അദ്വൈത പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വശക്തിക്കുമായവനും മനുഷ്യനായി പ്പെട്ട് ിരിക്കുന്നവനും അവസാനമില്ലാത്തരായിട്ടുള്ളവനും പ്രഭാതത്തോടെ ഇനി അനുമാനിക്കുന്നവനുമായ സ്ഥലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് ആരോടും നിന്നോടും ലോകിച്ചോട് സൃഷ്ടിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ പാപമോചനത്തിനുള്ള മാമോദീസ എഴുന്നേൽപ്പിനും പുതുജീവനും നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായി കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന് നീക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും ധരണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോട് ഒരുങ്ങിവന്ന് സംബന്ധിച്ചുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ബലഹീനതയിൽ കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായി. Hi, this is Shinsi, Apacha's one of granddaughters. Today I am more than sad. I'm happy to celebrate his life, celebrate all the good things that he has done, and
and praise God for the health and all the blessings that He had poured on Appacha till he was alive. A big shout out to all his kids that took care of him pretty well, and the biggest pat on the back actually to Appacha and Ammaji, that they could raise amazing kids. Appacha was totally a charmer, I would say. He always used to take care of his wife and his kids, a total family man, and I always appreciated that in him. Something that every person, every man should look forward to. The one thing that I can always think about him is that his smile, his contagious smile, and I loved him. Always welcomed us with warm hugs, and over and above, I would say, always excited whenever we went to India or Kerala. He was very excited to meet us with different kind of food, and it's always a feast in the house when we were there. Appacha had all the kind of energy. I always think that, Appacha, you have more than energy than me. I could be like in my 6th grade or 7th grade. But all to put everything together, he would have more energy than any one of us in that house. Miss you a lot, but more than that, I want to celebrate your life, each moment that you had. I never saw him getting annoyed or angry. Very different, I would say, and I always look forward to some of the qualities if I could just grasp. Sorry, couldn't be part of the funeral, but we will be live seeing it. It was a pleasure that we could meet him in July. My kids could meet him. It was great to see their grandpa, and my daughter Sarah was super excited to meet that generation. I want to praise God for that opportunity, and